ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم അർഹമറഹീമായ തമ്പുരാനെ, പരമദയാലുവായ അല്ലാഹ്, കാരുണ്യവാനായ പടച്ചവരെ, ഞങ്ങളെ നീ കബൂലാക്കണേ മന്നാനെ. യാ അല്ലാഹ്, പടച്ചവനെ, ഞങ്ങളെ പാപികളും ദോഷികളുമാണ് അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതായും വലുതായും ഒറ്റയ്ക്കും കൂട്ടായും ധാരാളം അപരാധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് റഹ്മാനെ. കരുണയുള്ള അല്ലാഹ്, ഫാറുദുനൂബായ അല്ലാഹ്, ഈ പരിശുദ്ധമായ രാത്രിയില്, പവിത്രമായ രാത്രിയില്, ഈ വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവേ, ഈ പാതിരാവിന്റെ നിശബ്ദതയില്, ഈ നിശയുടെ നിശബ്ദതയിൽ എല്ലാവരും ഓടിപ്പുതച്ച് കിടന്നുറങ്ങുമ്പോ നിന്റെ പരിശുദ്ധമായ മാതിന്റെ മജ്‌ലിസിൽ പങ്കെടുത്ത് പരിശുദ്ധമായ ഖുർആൻ കേട്ട് സ്വലാത്ത് ചൊല്ലി നിന്റെ ദർബാറിലേക്ക് നീട്ടുന്ന കരങ്ങളെ തട്ടല്ലേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് അല്ലാഹുവേ, ഞങ്ങൾ അണിനിരന്നുകൊണ്ട് നിന്റെ ദർബാറിലേക്ക് നീട്ടി യാചിക്കുന്ന കരങ്ങൾ അല്ലാഹുവേ, നീ തട്ടിക്കളയില്ല അല്ലാഹ്. കബൂലാക്കണേ അല്ലാഹ്. ഈ കഴിഞ്ഞ 3 ദിവസവും ഞങ്ങളുടെ പരിപാടിയുമായി, ഞങ്ങളുടെ സ്ഥാപനവുമായി ചേർന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലാഹുവേ, പ്രായാധിക്യം കൊണ്ട് അല്ലാഹുവേ, പല വിധത്തിലുള്ള ക്ഷീണങ്ങളും അസ്വസ്ഥതകളും വേദനകളും ഒക്കെ ഉള്ളപ്പോ എല്ലാം മറന്നുകൊണ്ട് റബ്ബേ, നിന്റെ വചിനെ മാത്രം ആഗ്രഹിച്ച്, നിന്റെ തൃപ്തിയെ മാത്രം ആഗ്രഹിച്ച് ഈ മജ്‌ലിസിലേക്ക് വന്ന എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കശുരമായ ഉപ്പമാരുണ്ട് അല്ലാഹുവേ, ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട് അല്ലാഹുവേ, എല്ലാവരെയും കബൂലാക്കണേ അല്ലാഹ്. വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവരെ, ഏത് തരത്തിലുള്ള ക്ഷീണമുള്ളപ്പോഴും അതെല്ലാം മറന്നുകൊണ്ട് നിന്റെ വചിനെ ആഗ്രഹിച്ച് ഇവിടെ ഈ മലായികത്തുകളോടൊപ്പം ആമീൻ പറയുന്ന പ്രിയപ്പെട്ടവരെ നീ കബൂലാക്കണേ അല്ലാഹ്. ഇവിടെ സ്വതക്ക ചെയ്തവരുണ്ട് അല്ലാഹുവേ, ഈ കാണുന്ന നയന മനോഹരമായ ബിൽഡിങ്ങിന്റെ പണിക്ക് വേണ്ടി ഈ വിനീതരും സഹപ്രവർത്തകരും ഇറങ്ങി പ്രവർത്തിക്കുമ്പോ ഞങ്ങളെ സ്വീകരിച്ചവരുണ്ട്, സന്തോഷത്തോടെ ഞങ്ങളെ സഹായിച്ചവരുണ്ട് അല്ലാഹുവേ. കൈവിടല്ലേ അല്ലാഹ്, കൈവിടല്ലേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഇതൊരു പ്രഹസനമല്ല തമ്പുരാനെ, ഹൃദയത്തിന്റെ അകതാരിൽ നിന്നുള്ള, ഹൃദയത്തിൽ തട്ടിയുള്ള പ്രാർത്ഥനയാണ്. സ്വീകരിക്കണേ അല്ലാഹ്. ദേശത്തും വിദേശത്തുമുള്ള ഒരുപാട് ആളുകൾ ഈ സ്ഥാപനത്തെ സഹായിച്ചിട്ടുണ്ട് റഹ്മാനെ. ഇന്ന് വരെ എന്നെയോ ഈ സ്ഥാപനത്തെയോ കണ്ടിട്ടില്ലാത്ത വിശിഷ്യ ഞങ്ങളുടെ ഷംനാസ് സാഹിബ് ബാംഗ്ലൂർ അടക്കമുള്ള അല്ലാഹുവേ, അതുപോലെ ഞങ്ങളുടെ നാസർ സാഹിബ് ഷാർജയിലുള്ള നാസർ സാഹിബ് അടക്കമുള്ള, അതുപോലെ ഞങ്ങളെ ധാരാളം സഹായിച്ചിട്ടുള്ള നാസർ സാഹിബ് ചാത്തന്നൂർ അടക്കമുള്ള ധാരാളം സഹോദരങ്ങൾ, ഫാറൂഖ് സാഹിബ്, അതുപോലെ തന്നെ ബാബു സാഹിബ് തുടങ്ങി ധാരാളം ആളുകൾ അല്ലാഹുവേ, നീ കബൂലാക്കണേ അല്ലാഹ്. എല്ലാവരുടെയും പേരും അഡ്രസ്സും അറിയുന്ന റഹ്മാനെ, അവരേതൊരു ആവശ്യത്തിന്റെ പേരിലാണോ ഈ സദഖകൾ ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങളെ പൂർത്തിയാക്കണേ അല്ലാഹ്. അവസാനം ഈ മജ്‌ലിസിൽ ചെറുതും വലുതുമായ സദഖകൾ ചെയ്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരു രോഗവും അവർക്ക് നീ നൽകി പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗങ്ങളുടെ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട്, ഈ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട്, ഈ ചെയ്ത സദഖയുടെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാഹ്. നീ കരിച്ചു കളയണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവരെ, ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേരെയും കബൂലാക്കണേ അല്ലാഹ്. വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി മക്കളില്ല, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരനുഭവം ഈ വിനീതൻ അറിയും റഹ്മാനെ. ഈ സ്ഥാപനത്തിൽ വന്ന് 10 ദിവസം ഈ മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് അല്ലാഹുവേ, അവർക്ക് അല്ലാഹുവേ അവർക്ക്
അവർക്കൊരു കുഞ്ഞുകാല് കൊടുത്ത് സന്തോഷിപ്പിച്ച റഹ്മാനെ, നിനക്കെല്ലാം നിസ്സാരമാണ്, നിന്റെ മുമ്പിലെല്ലാം നിസ്സാരമാണ്. അല്ലാഹുവേ, അടുത്ത വാർത്ത സ്വാർത്ഥ വാർത്തയാക്കണേ അല്ലാ. അടുത്ത വിനീതനെ സ്ഥാപനത്തിലേക്ക് വരുമ്പോ ആ പിതാവിനെ കാണുമ്പോ, ഉസ്താദേ എന്റെ മകന് കുഞ്ഞുണ്ടാവുകയും ആ മകന് സൗഭാഗ്യമുണ്ടായി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെയുള്ള വാർത്ത നീ കേൾപ്പിക്കണേ അല്ലാ. എന്ത് തടസ്സമാണെങ്കിലും, എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും, എന്ത് പ്രയാസമാണെങ്കിലും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അതുപോലെ ഈ സദസ്സിലാമീ പറയുന്ന ധാരാളം സഹോദരങ്ങൾ വേദനകൾ കൊണ്ട് വേദന അനുഭവിക്കുന്നവരുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നീ എല്ലാ പ്രയാസങ്ങളെയും മാറ്റിക്കൊടുക്കണേ അല്ലാ. ഈ സ്ഥാപനത്തിന്റെ നെടുന്തൂടായിരുന്ന അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹക്കെന്താണ് ബാത്തിലെന്താണെന്ന് പഠിപ്പിച്ചു തന്ന ഈ സ്ഥാപനത്തിന്റെ ഓരോ ചലനത്തിലും അല്ലാഹുവേ ഞങ്ങളോടൊപ്പം നിന്ന, ഞങ്ങൾക്ക് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് പഠിപ്പിച്ചു തന്ന അല്ലാഹുവേ, ഞങ്ങളുടെ അഭൂതരായ പിതാവ്, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ സിഹത്ത് കൊടുക്കണേ അല്ലാ, നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. ഷാഫിയായ കാഫിയായ വാഫിയായ അല്ലാഹുവേ, ആജിലായ ശിഫ കൊടുക്കണേ അല്ലാ, ആജിലായ ശിഫ കൊടുക്കണേ അല്ലാ. ഇന്ന് ഈ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് റഹ്മാനെ. ഒരല്പമെങ്കിലും നടന്നു വരാൻ ആ പിതാവിന് കഴിഞ്ഞതിൽ അല്ലാഹുവേ, ഞങ്ങളെക്കാൾ സന്തോഷിക്കുന്ന ധാരാളം ഈ നാട്ടിലെ നാട്ടുകാരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, നീ ആ പിതാവിന് പൂർണ്ണ ആഫിയത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, മുമ്പ് നിങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അല്ലാഹുവേ, ശുഭവസ്ത്രധാരിയായി ഈ സ്ഥാപനത്തിന്റെ മുമ്പിൽ പ്രൗഢിയോടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമായിരുന്നു അല്ലാ. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു തരണേ റഹ്മാനെ. ഇവിടെ ഉള്ള അവസാനം ഓതിപ്പടിക്കുന്ന മുത്തഅല്ലിമീങ്ങളുടെ സനദിൽ ഒപ്പിടുമ്പോ അല്ലാഹുവേ, ധാരാളം സനദിന്റെ കിതാബുകൾ ഇനിയും ദീർഘകാലം ഓതിക്കൊടുത്ത് ഞങ്ങൾക്കൊരു താങ്ങായി തണലായി ഈ നാട്ടുകാരുടെ അല്ലാഹുവേ നേതൃത്വമായി കഴിയാൻ ഇനിയും ആ പിതാവിന് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, പ്രത്യേകം ദുആ വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട് റഹ്മാനെ. സമയക്കുറവ് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവോട് ഒരുമിച്ച് കൂടി ആമീൻ പറയുന്നവരുടെ മുഴുവൻ പേരുടെയും ഹൃദയം കാണുന്ന അല്ലാഹുവേ, ഒരാളെ നീ പാഴാക്കല്ല അല്ലാ, പാഴാക്കല്ല റഹ്മാനെ. വിശിഷ്യ ഇവിടെ ആമീൻ പറയുന്ന എന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളും എനിക്ക് പേരറിയുന്നവരും അറിയാത്തവരും എല്ലാവരും ഇവിടെ പറയപ്പെടേണ്ടവരാണ്. ബഹുമാനപ്പെട്ട ആദരണീയനായ ശൈലാജ് ഉസ്താദ്, അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ നിന്നാണ് ഹാഫിളായത്. അദ്ദേഹം അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഒരു കൂട്ടാളിയാണ്. ബഹുമാന്യനായ സുലൈമാനിക്ക, അതുപോലെ തന്നെ ഷാജഹാൻ സാഹിബ്, ഈ സൗണ്ട് ഓണർ, അല്ലാഹു ഏതൊരു ആവശ്യം പറയുമ്പോഴും ഒരു കാരണവശാലും നിരസിക്കാതെ ഇതിനോടൊപ്പം നിന്ന് അല്ലാഹു അവർ, അതുപോലെ ഇതിന്റെ പ്രവർത്തകർ അല്ലാഹുവെ പലപ്പോഴും ഇതിന്റെ എറണാകുളത്തും മറ്റുമൊക്കെ നിന്നിട്ട് ഇതിന്റെ പ്രവർത്തകരോട് പലരും വിളിച്ചു പറയുമ്പോ ഒരാളോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, ഒരാളോട് പരിഭവമുള്ളത് കൊണ്ടല്ല, ആരോടും വിരോധമുള്ളത് കൊണ്ടല്ല, അല്ലാഹുവെ ഈ സ്ഥാപനത്തോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, അല്ലാഹു ഈ സ്ഥാപനത്തോടുള്ള മതിമറന്ന ആഗ്രഹത്തിന്റെ പേരിൽ പലപ്പോഴും പലരോട് പലതും പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹുവേ, നീ പുറത്തു തരണേ അല്ലാ, നീ പുറത്തു തരണേ അല്ലാ. അപ്പോഴൊന്നും അതൊന്നും വകവെക്കാതെ ഇതിനു വേണ്ടി ഓടി നടന്ന ബഹുമാന്യനായ ഉസ്മാൻ ഖാസിമി ഉസ്താദ്, അതുപോലെ തന്നെ ഫിറോസ് ബാഖവി ഉസ്താദ്, ഇവിടെ പാചകം ചെയ്യുന്ന സഹോദരിമാർ, അതുപോലെ ഇവിടുത്തെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, അതുപോലെ വിനീതന്റെ സഹപ്രവർത്തകരായ ഹക്കീം വൈസി ഉസ്താദ്, അല്ലാഹുവേ ഇതിനെ സ്ഥാപനത്തെ കാണുന്നതിന് മുമ്പ് തന്നെ ധാരാളം പ്രവർത്തനങ്ങൾ, സഹായങ്ങൾ, സഹകരണങ്ങൾ ഈ പരിപാടി തന്നെ വിജയകരമായി അവസാനിക്കാനും ഈ പരിപാടി ഇത്രമേൽ മനോഹരമായി നടക്കാനും ഒക്കെ കാരണക്കാരനായ ഹക്കീം വൈസി ഉസ്താദ്, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അതുപോലെ എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ. പഠന പുരോഗതി നൽകണേ അല്ലാ, പഠന പുരോഗതി നൽകണേ അല്ലാ. അല്ലാഹു ഒരു വല്ലാത്ത ഒരു ആഗ്രഹവുമായിട്ടാണ് നിൽക്കുന്നത്. ബാത്തിയാത്തിൽ പോയി ബിരുദമെടുക്കണം, നീ സഫലീകരിക്കണേ അല്ലാ. അല്ലാഹു ഒരാളെ നീ പാഴാക്കില്ലേ അല്ലാ, ഒരാളെ നീ പാഴാക്കില്ലേ അല്ലാ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ആമീൻ പറയുന്ന ഉമ്മമാരുടെ ഉപ്പമാരുടെ ഹാഫിളുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ആ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ നീ ബാഖിയാത്തിലേക്ക് എത്തിച്ച് അല്ലാഹുവിന്റെ പഠനം പൂർത്തിയാക്കി യഥാർത്ഥ മുഖ്ലിസീങ്ങളായ ആലിമീങ്ങളും സാലിഹീങ്ങളുമായ വാഖവിമാരായി അല്ലാഹുവേ ഈ ഇവിടെയുള്ള നാട്ടുകാർക്ക് പ്രബോധനം ചെയ്യുന്ന ആലിമീങ്ങളാക്കി നീ കബൂലാക്കണേ അല്ലാ. അതുപോലെ ഈ വിനീതന്റെ അടുത്തും അതുപോലെ ഈ സ്ഥാപനത്തിലൊക്കെ പഠിക്കുന്ന മുഴുവൻ മുത്തഅല്ലിമീങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളുടെ പൂർവ്വ
വിദ്യാർത്ഥികൾ അല്ലാഹു എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. ആരെയും നീ പാഴാക്കല്ലേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ സാലിഹീങ്ങൾ സാലിഹത്തുകളുമാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുമാരെ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നവരാക്കണേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുമക്കൾ അല്ലാഹു അവർക്കൊക്കെ നല്ല ബുദ്ധിയും നല്ല ഓർമ്മശക്തിയും നല്ല ചിന്താശക്തിയും നൽകണേ അല്ലാ. ഒരാളെയും പാഴാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഹാഫിളീങ്ങളും ആലിമീങ്ങളും സാലിഹീങ്ങളും വാഅലികളുമാക്കി അല്ലാഹുവേ ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ വിജയങ്ങളും കരസ്ഥമാക്കിയ ഞങ്ങൾക്ക് നാളെ ഖബറിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരണേ അല്ലാ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ വീട്ടിന്റെ ഉമ്മറത്ത് കിടക്കുമ്പോ മദ്യപിച്ച് വീട്ടിന്റെയോ മറ്റേതെങ്കിലും കടത്തിന്റെയോ ഭാഗത്ത് മതിമറക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. നിങ്ങളുടെ മുമ്പിൽ വന്ന് ഖുർആനോദി പൊട്ടിക്കരഞ്ഞ അല്ലാഹുവേ ഞങ്ങളുടെ ഉപ്പയാണ് ഉപ്പച്ചിയാണ് മരിച്ചു കിടക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ ദിനേന ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെയും അപകടകരമാണ്. ഞങ്ങളെ വേദനിപ്പിക്കുന്നവരാണ് റഹ്മാനെ. അല്ലാഹുവിനെയും കബൂലാക്കണേ അല്ലാ. അതുപോലെ നിങ്ങളുടെ ഫലസ്തീൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലാഹുവേ ഞങ്ങൾക്ക് ഏറ്റവും ഹക്കുള്ള നിങ്ങളുടെ സഹോദരങ്ങൾ അല്ലാഹുവേ നീ നുസ്റത്ത് നൽകണേ അല്ലാ. നിന്റെ ഹിഫാളത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ അവരിൽ മരണപ്പെട്ടവർക്ക് ഷഹീദിന്റെ കൂലി നൽകണേ അല്ലാ. ഷഹീദിന്റെ കൂലി നൽകണേ അല്ലാ. അല്ലാഹുവേ വിധവകളായ സഹോദരിമാർക്ക് ക്ഷമ നൽകണേ അല്ലാ. ദീനിൽ ഇസ്തിഖാമത്തോടെ അടിയുറച്ചു നിൽക്കാൻ അവർക്ക് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഖുദ്സിന്റെ മണ്ണിനെ നീ മോചിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ആ ജൂതന്മാർക്ക് നീ ഹിദായത്ത് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹിദായത്ത് കൊടുക്കണേ അല്ലാ. ഇല്ല എങ്കിൽ അവരാൽ തന്നെ അവരെ നീ നശിപ്പിക്കണേ അല്ലാ. ഖഹാറും ജബ്ബാറുമായ അല്ലാ നീ അവരെ പാഠം പഠിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ബദറിൽ ഞങ്ങളുടെ സഹാബത്തിനെ സഹായിച്ച അല്ലാഹുവേ നീ കൈവിടല്ലേ അല്ലാ. സഹായിക്കണേ അല്ലാ. സഹായിക്കണേ അല്ലാ. ഖുദ്സിന് മോചനം നൽകണേ അല്ലാ. അതുപോലെ ആരെല്ലാം ഇതിനെ സഹായിച്ചിട്ടുണ്ടോ എല്ലാവരെയും കബൂലാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടുകാരെ കബൂലാക്കണേ അല്ലാ. 8 വർഷക്കാലമായി വിനീതൻ ഇവിടെ വന്നിട്ട് അല്ലാഹു എന്നെയും എന്റെ സഹപ്രവർത്തകരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അല്ലാഹു ഇവിടെ മതമില്ല, ഇവിടെ ജാതി നോക്കാതെ ഇതൊരു മതസ്ഥാപനമാണ്, നിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. പക്ഷേ നിന്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന ധാരാളം അന്യമതസ്ഥരായ സഹോദരങ്ങൾ നീ കബൂലാക്കണേ അല്ലാ. ഹിദായത്ത് നീ കൊടുക്കണേ റഹ്മാനെ. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഒരു സഹോദരൻ 200 രൂപയുമായി വന്നിട്ട് ഉസ്താദേ എന്നെ പരിപാടി അറിയിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് അതിവിടെ നൽകിയിട്ട് പോയി. അല്ലാഹു ഈ ബന്ധം, ഈ സ്നേഹം, ഈ ഊഷ്മളത അവസാനം വരെ നിലനിർത്തണേ അല്ലാ. ആരെല്ലാം ഇതിന്റെ കടക്കൽ കത്തിവെക്കാൻ നോക്കിയാൽ അവരെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഈ ബന്ധവും ഈ സൗഹാർദ്ദവും നീ അവസാനം വരെ നിലനിർത്തണേ അല്ലാ. നിലനിർത്തണേ അല്ലാ. അവരുടെ വീട്ടിന്റെ 5 സെന്റിലോ 3 സെന്റിലോ ഒക്കെ കൃഷി ചെയ്തിട്ട് കിട്ടുന്ന ഏതെങ്കിലും ചെറിയ ചെറിയ ഫലങ്ങൾ കിട്ടുമ്പോ ഉസ്താദേ ഇത് ഞങ്ങളുടെ മക്കൾക്ക് കൂടി കൊടുക്കണേ എന്ന് പറഞ്ഞ് പച്ചക്കറികളും മറ്റുമൊക്കെ കൊണ്ടുതരുന്ന ഈ സഹോദരങ്ങളെ നീ കൈവിടല്ലേ അല്ലാ. അവരെ സഹായിക്കണേ അല്ലാ. സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ സഹായികളും എല്ലാ കാര്യങ്ങളും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന മുഴുവൻ ആളുകളെ നീ കബൂലാക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ബാക്കി പണികൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല അല്ലാഹുവേ. ഞങ്ങൾക്കൊരു കഴിവില്ല അല്ലാഹുവേ. പലയിടത്തും പേരുകൾ ഈ വിനീതന്റെയും സഹപ്രവർത്തകരെയും പറയുന്നുണ്ടാകാം. നിങ്ങൾക്കൊരു കഴിവില്ല അല്ലാഹുവേ. ഈ സ്ഥാപനം പൂട്ടിപ്പോയാൽ നിന്റെ ദീനിന് അത് മോശമാണ്. ഞങ്ങൾ നിന്റെ ദീൻ ഹയാത്താക്കുന്നതിന് വേണ്ടി നിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചിട്ട് മാത്രമാണ് അല്ലാഹുവേ ഇതിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നത്. കബൂലാക്കണേ അല്ലാ. കബൂലാക്കണേ അല്ലാ. ഇന്ന് വരെ ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇന്ന് വരെ അറിഞ്ഞുകൊണ്ട് ഒരു നയാ പൈസ പോലും ഇതില് അനാവശ്യമായി ചെലവാക്കിയിട്ടില്ല. ഞങ്ങളൊരു തുള്ളി പെട്രോൾ അടിക്കാനോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ പോലും ഇതിന്റെ 1 രൂപയും ഞങ്ങൾ ചെലവാക്കിയിട്ടില്ല. ഞങ്ങളെ കൈവിടില്ല എന്ന് ഞങ്ങൾക്കറിയാം റഹ്മാനെ. അല്ലാഹുവേ എനിക്ക് ഇത്രമേൽ സഹായങ്ങളും എനിക്ക് ഇത്രമേൽ അനുഗ്രഹങ്ങൾ ചെയ്ത അല്ലാഹുവേ, ഇന്ന് ഞാൻ ഒരു വലിയ എറണാകുളം ജില്ലയിലെ മഹലിൽ ജോലി ചെയ്യുമ്പോൾ ഒന്നുമല്ലാതെ ഓടിയിട്ട് അതിൽ നിന്ന ഫലമാണെന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നു. അതുപോലെ എന്റെ സഹപ്രവർത്തകരും സഹായികൾക്കും എല്ലാ അനുഗ്രഹങ്ങളും നീ കൊടുത്തത് അല്ലാഹുമ്മ ലക്കൽ ഹംദു കുല്ലുഹു വലക ശുക്രു കുല്ലു. അല്ലാഹുവേ നന്ദിയുള്ള അടിമകളാക്കണേ റഹ്മാനെ. നന്ദിയുള്ള അടിമകളാക്കണേ റഹ്മാനെ. ഇനി നിങ്ങളെ ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിലേക്ക് ഉയർത്തണേ റഹ്മാനെ. ഏതെങ്കിലും
അറിഞ്ഞെങ്കിലും അറിയാതെ എന്തെങ്കിലും അള്ളാഹു സംഭവിച്ചു പോയിട്ട് നീ പുറത്തു തരണേ അള്ളാഹുവേ. എന്നിട്ട് ഈ സ്ഥാപനത്തെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഇതിന്റെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ഹാഫിളീങ്ങളെ, ആലിമീങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, ഈ നാട്ടിലെ പ്രായം ചെന്ന വേദന കൊണ്ട് തീരുമ്പോഴും ഇവിടെ ആമീൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ഉപ്പമാരുടെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ ആമീൻ പറയുന്ന ഉമ്മമാരുടെ ബറക്കത്ത് കൊണ്ട്, ഹാഫിളീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ആലിമീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ സ്ഥാപനത്തെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാഹ്. ലോകമെങ്ങും ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥാപനമാക്കണേ അല്ലാഹ്. ലോകത്തെ എല്ലാ സ്ഥാപനത്തിനും മാതൃകാ സ്ഥാപനമാക്കണേ അല്ലാഹ്. നിന്റെ ഖജനാവ് വിശാലമാണ് അല്ലാഹുവേ. നിന്റെ വിശാലമായ ഖജനാവിൽ നിന്നും നീ ഇതിന്റെ പണികളെ പൂർത്തിയാക്കണേ അല്ലാഹ്. ഇനിയും ഇതിനേക്കാൾ സന്തോഷത്തോടുകൂടി ഈ സ്ഥാപന മുറ്റത്ത് അടുത്ത ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിന് താമസം വിനാ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ തളർന്നു റഹ്മാനെ. ഇനി ഞങ്ങൾക്ക് ധാരാളം ചോദിക്കാനുണ്ട്. നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെല്ലാം ഖൈറുകൾ ചോദിച്ചോ അതെല്ലാം ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹു നൽകണേ അല്ലാഹ്. ഏതെല്ലാം ശർറു ഫിത്നകളിൽ നിന്ന് കാവൽ ചോദിച്ചോ ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കാവൽ ചോദിക്കുന്നു അല്ലാഹ്. കാവൽ നൽകണേ അല്ലാഹ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും പേരും അഡ്രസ്സും ഒക്കെ അറിയുന്ന റഹ്മാനെ നീ എല്ലാവർക്കും ഖൈറ് കൊടുക്കണേ അല്ലാഹ്. എല്ലാ ബുദ്ധിമുട്ട്, പ്രയാസ, പ്രതിസന്ധികളെയും മാറ്റണേ അല്ലാഹ്. അല്ലാഹു എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.